അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇബാദത്ത് എന്ന് പറയുന്നത് നമസ്കാരമാണ്. ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത് നമസ്കാരമാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിച്ചു, ഏറ്റവും ശ്രേഷ്ഠമായ 3 കാര്യങ്ങൾ ഏതാണെന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമായി പറഞ്ഞത് സ്വലാത്തു അല വക്തിഹ എന്നാണ്. വക്തിനുള്ള സമയത്തുള്ള നമസ്കാരം. വിശുദ്ധ ഖുർആനിൽ ഇപ്രകാരം കാണാം, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അഥവാ തീർച്ചയായും നമസ്കാരം തൻഹ തടയുന്നു എന്തിനെ? നീചവൃത്തിയെയും നിഷിദ്ധത്തെയും. അതുപോലെ തന്നെ മറ്റൊരു അധ്യായത്തിൽ ഇപ്രകാരം കാണാം, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു, എപ്രകാരമുള്ള അവർ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ള സത്യവിശ്വാസികൾ. എന്നാൽ ഈ ഭയഭക്തി നമുക്ക് കൃത്യമായി ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം വിചിന്തനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇബ്നു ഖയ്യിം അൽ ജൗസിയയുടെ ഒരു കിതാബിൽ വുളൂവിനെ കുറിച്ച് പരാമർശമുണ്ട്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുതത്വഹിരീൻ. തീർച്ചയായും അള്ളാഹു തൗബ ചെയ്യുന്നവരെയും ശുദ്ധിയുള്ളവരെയും ഇഷ്ടപ്പെടുന്നു. വുളൂ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും പ്രകാരമാണല്ലോ, അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വ ജഅൽനി മിനൽ മുതത്വഹിരീൻ. അതായത് നമ്മൾ വുളൂ എടുക്കുമ്പോൾ നമ്മുടെ ബാഹ്യമായ അഴുക്കുകൾ പോകുന്നു, പക്ഷേ നമ്മുടെ മനസ്സിലുള്ള അഴുക്കുകൾ കൂടി നീങ്ങേണ്ടതുണ്ട്. നമ്മൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ മനസ്സ് ഈമാൻ കൊണ്ട് നിറയുമ്പോഴാണ് നമ്മളുടെ നമസ്കാരവും ശരിയാകുന്നത്. അപ്പോഴാണ് വിജയിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടുന്നത്. അത്തരം വിജയിക്കുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.